യേശുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. യേശുവിൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനായതിനാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടാത്തതിനാലും രഹസ്യമായി അപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ജോസഫ് ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ വന്ന് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക പ്രസവം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ജോസഫ് നിദ്രയിൽ നിന്നുണർന്നു അപ്രകാരം ചെയ്തു. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ദിവസവും ദിവ്യവചനം ശ്രവിച്ചതുകൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.